എൻ്റെ പേര് അനു ഗോപാൽ എന്നാണ്. ഞാൻ കൊട്ടാരക്കര താലൂക്കിൽ, അതായത് കൊല്ലം ജില്ല കൊട്ടാരക്കര താലൂക്കിൽ ഓടനാവട്ടം വെളിയം പഞ്ചായത്ത് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമപ്രദേശത്ത് ജനിച്ച ഒരു ഹൈന്ദവൻ ആയിരുന്ന വ്യക്തിയാണ്. അതിനർത്ഥം ഇപ്പോൾ അല്ല എന്നുള്ളതല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സൊന്നും മാറ്റിയാനുള്ള അതിന് മുഖാന്തരങ്ങളായ ചില വ്യക്തിത്വങ്ങൾ, ചില ഹേതുകങ്ങൾ, അതൊക്കെയാണ് ഈ ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരവസരത്തിൽ തീർച്ചയായിട്ടും ദൈവം അനുവദിച്ചാൽ നമുക്ക് കൂടുതലായി ദൈവത്തെക്കുറിച്ച്, എനിക്കറിയാം ദൈവത്തെക്കുറിച്ച് പറയാൻ സാധിക്കും. എവിടെയോ നഷ്ടപ്പെട്ടു പോയ ചില ചിന്നിച്ചെതറിയ ബാല്യത്തിൽ നിന്നാണ് ഞാനും വളർന്നു വന്നത്. കാരണം ചുറ്റുപാടും ക്ഷേത്രങ്ങൾ, ഹൈന്ദവ കുടുംബം, പുരാതന നായർ കുടുംബം, അതിലുപരി കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിലുള്ള രാഷ്ട്രീയ ജീവിതം, ചെറിയ പ്രായത്തിലുള്ള ജയിൽവാസം, നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ തമിഴ്നാട്ടിലേക്ക് പഠിക്കുവാൻ വേണ്ടി വിടുന്നു. അവിടെ നിന്നും തമിഴ്നാടുമായി ചേർന്നുള്ള യാത്ര, സ്വദേശം മറക്കേണ്ടി വരുന്നു. എങ്കിലും ചെറിയ ബാല്യത്തിലെ ഉള്ളിൽ കയറിയ ചില മതപ്രസംഗ സന്ദേശങ്ങൾ, അതൊക്കെ അതിലൊന്നും എന്നെ മാറ്റുവാൻ കഴിഞ്ഞില്ല. കാരണം ആ ഒരു ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെതായ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ ജീവിക്കുകയുണ്ടായി. എങ്കിലും യഥാർത്ഥ ദൈവത്തെ എനിക്ക് അറിയുവാൻ സാധിക്കുമായിരുന്ന കാലത്തും ഞാൻ അറിയുവാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങളുടെയൊക്കെ ദേശത്ത് സുവിശേഷവുമായി കടന്നു വന്ന പ്രിയപ്പെട്ട ദൈവദാസന്മാരെയൊക്കെ അവരുടെ ജോലിയുടെ അല്ലെങ്കിൽ ആ ശുശ്രൂഷയുടെ മഹത്വത്തെ അറിയാതെ മാറി നിന്ന് ആക്ഷേപിക്കുകയും നേർക്കു നിന്ന് പരിഹസിക്കുകയും ഉപദ്രവിക്കുവാൻ കൂട്ടുനിൽക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ആ സാഹചര്യത്തിൽ നിന്നും ഒക്കെ മാറി സത്യദൈവത്തെ അറിയുവാൻ എനിക്കിപ്പോൾ ദൈവമായി തന്നെ എനിക്കൊരു അവസരം നൽകിയതാണ്. ഈ പ്രിയപ്പെട്ട ഈ ദേശവാസികൾക്കൊക്കെ എന്നെ അറിയാം. ഇപ്പം ഞാനിവിടെ അനാംസിൻ്റെ കോർഡിനേറ്റർ എന്നൊരു പദവി, അതിലുപരി, അങ്ങനെ പറയുന്നതിലുപരി ഞാൻ കർത്താവിൻ്റെ ഒരു സഹപാഠനായി നിൽക്കുന്നുവെന്ന് പറയുവാനാണ് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. കാരണം വ്യത്യസ്തമായ മതവിഭാഗങ്ങളിൽ നിന്നുള്ള എൻ്റെ വിവാഹം, അതായത് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചത്. അതോടുകൂടി എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ അകലുന്നു, എൻ്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്നും അവർ അകലുന്നു. ഒറ്റപ്പെട്ട ജീവിതം, തമിഴ്നാട്ടിലുള്ള ജീവിതമാണ്. കുടുംബങ്ങളോ ബന്ധുക്കളോ ഒന്നുമില്ല. ആ ഒരു ജീവിതത്തിൽ എല്ലാവരെയും ബാധിച്ച്, എനിക്ക് ബിസിനസ്സായിരുന്നു. റിലയൻസ് ജനറലിൻ്റെയും ബജാജ് അലയൻസിൻ്റെയും നാഷണൽ ട്രെയിനിങ് ഹെഡായിരുന്നു ഞാൻ. അപ്പോൾ ആ സ്ഥാനത്ത് നിന്നും ചില ഐഡിയോളജിക്കലി ചേർച്ചയില്ലാത്തത് കൊണ്ട് തന്നെയാണ് സ്വന്തമായി ഞാനൊരു ബിസിനസ് ആരംഭിക്കുകയും 9 വർഷത്തോളം വളരെ വിജയകരമായിട്ട് ആ ബിസിനസ് തമിഴ്നാട് ഗവൺമെൻറ്റുമായി ചേർന്ന് അവിടുത്തെ ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രോജക്റ്റുകൾ ചെയ്ത് മുൻപോട്ട് പോവുകയും ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരെയും കൊറോണ അല്ലെങ്കിൽ COVID-19 ബാധിച്ചത് എന്നെയും സാരമായി തന്നെ ബാധിച്ചു. പക്ഷേ അത് ചില കാര്യങ്ങളിൽ നിന്ന് എനിക്ക് ലഭിച്ച വിടുതലായിരുന്നു. കാരണം എനിക്ക് ആ കൊറോണ മുഖാന്തരം എനിക്ക് നന്മകൾ മാത്രമേ ഭവിച്ചുള്ളൂ. കാരണം ആ സാഹചര്യത്തിൽ നിന്ന് അനേക സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. എല്ലാ ബാധ്യതകളും ഉണ്ടായിരുന്ന വസ്തുവകകളും മുതലുകളെല്ലാം വിറ്റഴിച്ച് ഇനി ഒന്നും മുൻപോട്ട് ചിന്തിക്കാനില്ല എന്നുള്ള ഒരു സ്ഥാനത്ത് നിന്നും ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കുവാൻ ഞാനും എൻ്റെ ഭാര്യയും തുനിഞ്ഞിറങ്ങിയതാണ്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി തുറയൂർ എന്ന് പറയുന്ന ദേശത്ത്. ഇന്ന് തുറയൂരിൽ നിന്നും ഒരു പ്രിയപ്പെട്ടവൻ ഇന്ന് ഇവിടെ അഡ്മിഷൻ എടുക്കുകയുണ്ടായി. ആ ദേശത്തിൻ്റെ പേര് ഒരിക്കൽ കൂടി കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷമായിരുന്നു. വീണ്ടും ആ നാട്ടിൽ നിന്നാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ എൻ്റെ ഭാര്യയും കൂട്ടി ഇറങ്ങിയത്. അവസാനം ആ യാത്ര കടന്നു വന്ന് നിന്നത് തിരുവല്ലയിലാണ്. ആ തിരുവല്ലയിൽ അവസാനമുണ്ടായിരുന്ന 40 രൂപയിൽ നിന്ന് 20 രൂപയും എടുത്ത് എൻ്റെ ഭാര്യ വെള്ളം വാങ്ങാൻ ഇറങ്ങുമ്പോൾ, ഭാര്യ ആത്മഹത്യ ചെയ്യാൻ പല സ്ഥലങ്ങളും നോക്കി, അതൊക്കെ വലിയ കഥകളാണ്. എങ്ങും വലിയവനായ ദൈവം, അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ, വലിയവനായ ദൈവം എന്നെ അനുവദിച്ചില്ല. അവിടെ നിന്നൊക്കെ കൂട്ടി തിരുവല്ലയിൽ വന്നു. ആ 20 രൂപ എടുത്തുകൊണ്ട് കുടിവെള്ളം വാങ്ങാൻ ഇറങ്ങിയ വ്യക്തിക്ക് ഒരു ട്രാക്റ്റ് കയ്യിലേക്ക് ലഭിക്കുകയാണ്. കേവലം നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മളുടെ കയ്യിൽ ബസ് സ്റ്റാൻഡിലോ ഒക്കെ വെച്ചിട്ടില്ലെങ്കിൽ ട്രെയിനിലൊക്കെ വെച്ച് ദൈവദാസന്മാർ നമ്മളുടെ കയ്യിൽ ട്രാക്റ്റുകൾ തരുമ്പോൾ നമ്മളതിനെ പുച്ഛഭാവത്തോടെ നമ്മൾ നോക്കും, നമ്മൾ സമീപിക്കും. അതിലെഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്, ഇതെനിക്കറിയാവുന്ന ക്രിസ്തു, ഇതിനേക്കാളും വലുത് എന്താണ് ഇവൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും ശ്രദ്ധ വെച്ച് കേൾക്കാറില്ല. പല ഉപദേശിമാരും, നമ്മൾ തന്നെ തിരുവല്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ഉപദേശിമാർ, സുവിശേഷത്തിൻ്റെ ആദ്യ വിത്തുകൾ പാകിയ ഈ തിരുവല്ലയിൽ എത്രയോ ഉപദേശിമാർ റോഡ് സൈഡിൽ നിന്ന് സുവിശേഷം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു വാക്കിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ നിൽക്കുന്നത്. ഈ പച്ചയായിട്ട് ഞാൻ നിൽക്കുന്നത് അവരുടെ ഒരു വാക്കിൻ്റെ വില. നമ്മൾ കേവലം പുച്ഛഭാവത്തോടെ കാണുന്ന ഒരു ട്രാക്റ്റിൻ്റെ വില, ഒരു കഷ്ണം കടലാസിൻ്റെ വിലയാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈ നിൽപ്പ്, ഇന്ന് ഈ സംസാരിക്കുന്ന ഞാൻ ജീവനോടെ ഇരിക്കാൻ കാരണം. എനിക്ക് വിടുതൽ നൽകിയ ഒരു യേശു ക്രിസ്തു എന്നോടൊപ്പം എൻ്റെ ജനനത്തിന് മുൻപേ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ നാളുകളായിരുന്നു ഞാൻ അനാംസിലേക്ക് കടന്നു വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത്. കാരണം ആ ട്രാക്റ്റിലുണ്ടായിരുന്നത്, ഇവിടെ നിന്നും ആ ട്രാക്റ്റ് നൽകിയത്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥകൾ പറഞ്ഞത്, ഇവിടെ നിന്നും വിടുതലെടുത്തു പോയ ഷിനോ എന്ന് പറയുന്ന പ്രിയപ്പെട്ട അദ്ദേഹം ഇപ്പോൾ ദൈവദാസനാണ്. ദൈവകൃപയാൽ അദ്ദേഹവും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട്
ഈ സ്ഥാപനത്തിൽ നിന്നും യേശുക്രിസ്തു മുഖാന്തരം വിടുതൽ ലഭിച്ച് പുറത്തുപോയ വ്യക്തി അനാംസിൻ്റെ ട്രാക്റ്റ് കൊടുക്കുമ്പോൾ ട്രാക്റ്റാണ് ഞങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ കൈവശം ലഭിച്ചത്. അതിൽ കണ്ട നമ്പർ പ്രകാരം ബന്ധപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട ജോർജി ബ്രദർ കോൾ അറ്റൻഡ് ചെയ്യുകയും നമ്മൾ അവസ്ഥകളിൽ നമ്മളെ സഹായിക്കാൻ മുൻകൈയിട്ട് ഇറങ്ങുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്, എൻ്റെ ഭാര്യ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. അതിന് മുഖാന്തരമായി കേവലം ഞാനിത് കടന്നു വന്നതിന് ശേഷം 3ാമത്തെ ജനറൽ കൺവെൻഷനാണ് ഞാനും എൻ്റെ കുടുംബവും അറ്റൻഡ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. വികലമായ ചിന്തകളിൽ ജീവിച്ച ഞാനിന്ന് സകലവും തികയുന്ന വ്യക്തിത്വമുള്ള ഒരു യേശുക്രിസ്തുവിനെ പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ലഭിച്ചത്, എനിക്ക് ആ കർത്താവ് നൽകിയത് നിത്യമായ മരണത്തിൽ നിന്നുള്ള വിടുതലാണ്, എനിക്കും എൻ്റെ കുടുംബത്തിനും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടേക്കോ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ്. പക്ഷെ പലരും പറഞ്ഞ കേട്ട വാക്കുകൾ, യേശുക്രിസ്തു സകല ദൈവങ്ങളിലും പോലെ പേര് വെച്ച താടി വെച്ച ഒരു ദൈവമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നവനാണ്, അതിനുവേണ്ടി പിറന്നവനാണ് എന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കും പോലെ ഇന്ന് ഞാൻ ശക്തിയുക്തം ഞാൻ പറയട്ടെ, ദൈവകൃപയാൽ ഞാൻ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്നു എന്ന് ദൈവം മാനിച്ചപ്പോൾ എൻ്റെ അടയ്ക്കേണ്ടി വന്ന ഒരു കമ്പനിയുടെ സ്ഥാനത്ത് എനിക്ക്, ഒരു ഓഫീസിൻ്റെ സ്ഥാനത്ത് എനിക്ക് 3 ഓഫീസുകൾ നൽകി ഈ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ കേവലം 1-2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊക്കെ നിഷേധിച്ച് കളയുന്ന സുവിശേഷകർ, റോഡ് സൈഡിൽ നിന്ന് നമ്മളാരും അവരുടെ വാക്കുകളെ ഉപേക്ഷിക്കരുത്. അവർ തരുന്ന അല്ലെങ്കിൽ മറ്റ് ദേവദാസന്മാർ തരുന്ന ട്രാക്റ്റുകൾ, അതിലെ ഒരു വാക്കായിരിക്കാം, ഒരു വാക്യമായിരിക്കാം നമ്മളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തിരികെ ലഭിച്ച ഒരു ജീവിതമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും. അപ്പോൾ ഈ 3 ഓഫീസുകളുടെ ലേബലിൽ, ബിസിനസ് കാർഡിൽ അറിയപ്പെടുന്നതിനേക്കാൾ സ്വർഗത്തിൻ്റെ ലേബലിൽ എൻ്റെ ജീവൻ, എൻ്റെ നിത്യജീവന് കാരണക്കാരനായ എൻ്റെ യേശുക്രിസ്തുവിൻ്റെ പേരിൽ അറിയപ്പെടുന്നതാണ് എനിക്കിഷ്ടം. അവൻ്റെ വാക്കുകളെ പറയുന്നതും അവനെ പിന്തുടരുന്നതും അവൻ്റെ മുൻനിരയിലുള്ള ഭടന്മാരുടെ കൂടെ പിന്നാമ്പുറത്തൊരു സഹപടനായി നിൽക്കുന്നതും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. അതിനേക്കാൾ ഉപരി വെള്ളിയും പൊന്നും പണവും ഒക്കെ തിരുവചനപ്രകാരം നമുക്ക് വലിയ കാര്യങ്ങളൊന്നുമല്ല. അതിനേക്കാൾ വലുതാണ് സത്യദൈവത്തെ അറിയാതെ നമ്മൾ ഈ ലോകത്ത് നിന്നും മരണത്തിലേക്ക്, 2ാം മരണത്തിലേക്ക്, നിത്യമായ നരകത്തിലേക്ക് പോകുന്ന എന്നുള്ള ദുരവസ്ഥ നമുക്കാർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ഇന്നു മുതൽ നമ്മൾ കർത്താവിനോടൊപ്പം ചേർന്ന് പോകുന്നവരായിരിക്കട്ടെ. സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് തന്നെ പ്രാർത്ഥിക്കാം. തുടർന്ന് ഞാനായിരിക്കുന്ന ഈ സ്ഥാനത്ത് ഞാൻ ഒരിക്കലും അർഹിക്കുന്നതല്ല അനാംസ് പോലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ കോർഡിനേറ്റർ. കാരണം 350 കള്ളന്മാരെ ഒരു വർഷം വാർത്തെടുക്കുന്ന ട്രെയിനിങ് ഹെഡ് എന്ന നിലയിൽ നിന്നും 10-15 ദൈവദാസന്മാരെ വാർത്തെടുക്കുന്നതിലെ ഒരു ശുശ്രൂഷക്കാരനായി മാറുവാനും ആ ലേബലിൽ അറിയപ്പെടുവാനും ഞാൻ ആഗ്രഹിക്കുന്നു, തുടർന്നും ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന എനിക്കും എൻ്റെ കുടുംബത്തിനും ആവശ്യമാണ്.